ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ജെയിം ജെറിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ ചുരുക്കം കുറച്ച് അപ്ഡേറ്റുകൾ മാത്രമാണ് പറയാനുള്ളത്. പക്ഷെ എല്ലാം നമ്മൾ കാത്തിരിക്കുന്ന സിനിമകളുടെ അപ്ഡേറ്റുകൾ മാത്രമാണ്. ഓഫ്കോഴ്സ് എംപുരാനും ഉണ്ട്. എംപുരാൻ ഇല്ലാത്ത വീഡിയോ ഒക്കെ ഇല്ലല്ലോ. എന്തായാലും ആദ്യത്തേത് പറയുന്നത് റെട്രോ എന്ന് പറഞ്ഞ സിനിമയാണ്. കങ്കുവയ്ക്ക് ശേഷം, അത്രയും വലിയൊരു ഫ്ലോപ്പിന് ശേഷം സൂര്യ ആരാധകർ മുഴുവനായിട്ടും കാത്തിരിക്കുന്ന ഒരു സിനിമ. കാർത്തിക് സുബ്ബരാജ് ഫിലിം ആയതുകൊണ്ട് തന്നെ സൂര്യ ഫാൻസ് എന്നതിന് അപ്പുറത്തേക്ക് സിനിമ പ്രേമികൾ മുഴുവൻ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണ് റെട്രോ. റെട്രോയുടെ ആദ്യത്തെ ഒരു സിംഗിൾ അവർ തന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത് കണിമ എന്നാണ് എഴുതിക്കുന്നത്. കനിമ എന്നാണ്, കണ്ണിമ എന്നാണെന്ന് അറിയില്ല. റിലീസിങ് ടുമോറോ എന്ന് പറഞ്ഞ് ഇന്നലെ വന്നിട്ടുള്ളതാണ്. ഇന്ന് 5 മണിക്കാണ് അതിന്റെ സെക്കൻഡ് സിംഗിൾ വരുന്നത്. അപ്പൊ 5 മണിക്ക് അതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ലവ്, ലാഫ്റ്റർ ആൻഡ് വാർ. സോ അത് കിടല സാധനമായിരിക്കും എന്ന് വിചാരിക്കാം. ഫസ്റ്റ് സിംഗിൾ ഭയങ്കരമായിട്ട് കത്തിക്കേറിയിരുന്നു, അതിലൊന്നും യാതൊരു ഡൗട്ടും ഇല്ല. അടുത്തത് എംപുരാൻ ശേഷം ലാലേട്ടനായിട്ട് ഇറങ്ങാനിരിക്കുന്ന 2-3 സിനിമകൾ ഉണ്ടെങ്കിലും അതിൽ ആദ്യം വരും എന്ന് വിചാരിക്കുന്ന സിനിമ നമ്മുടെ തുടരും എന്ന് പറഞ്ഞുള്ള സിനിമയാണ്. അത് ഈ പറഞ്ഞ പോലെ നല്ലൊരു കഥയായിരിക്കും എന്നുള്ളതും ഈ മാസ് സംഭവങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള, എംപുരാനിൽ നമ്മൾ കണ്ടിട്ടുള്ള എബ്രഹാം ഖുറൈശിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള, അല്ലെ, അവിടെ ഹെലികോപ്റ്ററിൽ പോകുന്നു, ഇവിടെ സ്പ്ലെൻഡറിൽ പോകുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ട്രോളുകൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് എംപുരാനിൽ ഹെലികോപ്റ്ററിലാണ് സഞ്ചരിക്കുന്നെങ്കിൽ ഇവിടെ സാധാ സ്പ്ലെൻഡറിൽ വളരെ രസകരമായിട്ട് കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഒരു സാധാരണക്കാരൻ, നമുക്കൊക്കെ പെട്ടെന്ന് കണക്ട് ആവുന്ന ഒരാൾ. എന്തായാലും കഥ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ ഇന്ന് 7 മണിക്ക് വരുന്നുണ്ട്. അപ്പൊ 5 മണിക്ക് റെട്രോയിലെ സെക്കൻഡ് സിംഗിളും തുടരും എന്ന് പറഞ്ഞ സിനിമയിലേത് 7 മണിക്കും ലിറിക്കൽ വീഡിയോയുമായിട്ടാണ് വരുന്നത്. പിന്നെ തുടരിനെ കുറിച്ച് പറയാനുള്ള മറ്റ് 2-3 കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. സർട്ടിഫിക്കറ്റ് ആണ് ഇതിന്റെ ട്രെയിലറിന് കിട്ടിയിട്ടുള്ളത്. 1 മിനിറ്റ് 56 സെക്കൻഡ് ആണ് ട്രെയിലർ ഉള്ളത്. എംബ്രാൻ്റെ ഒപ്പം തിയേറ്ററിലാണ് ഇത് എന്താ പറയാ പ്രസന്റ് ചെയ്യുക. അപ്പൊ തിയേറ്ററിൽ ബസൂക്കയുടെ ട്രെയിലർ വരും എന്നുള്ളത് ആദ്യം പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ. അപ്പോൾ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയുടെ ട്രെയിലർ കൂടി നമുക്ക് 27-ാം തീയതി ഫസ്റ്റ് ഷോ FDFS കാണുമ്പോഴേ കാണാം. എന്തരാണല്ലേ. അപ്പൊ അതാണ് തുടരിനെ കുറിച്ച് പറയാനുള്ളത്. അല്ലാതെ ഹൃദയപൂർവ്വം സിനിമയിലെ കുറച്ച് സ്റ്റിൽസ് ഒക്കെ അവർ പുറത്തുവിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ലാലേട്ടൻ, അതുപോലെ മാളവിക, പിന്നെ അതിന്റെ പ്രധാനപ്പെട്ട ആളുകൾ, നമ്മുടെ ഡയറക്ടർ, ഇവരെല്ലാം കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ. പിന്നെ മൊബൈലിൽ എന്തോ മാളവിക കാണിക്കുന്നു, ചിരിച്ചുകൊണ്ട് ലാലേട്ടൻ നോക്കുന്നു. പിന്നെ ഏതോ റൂമിൽ അവർ സീൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സംഭവം. അങ്ങനെ കുറച്ച് സ്റ്റിൽസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പറയാനുള്ളത്, ലാലേട്ടൻ യുഗമാണ് നീ തുടങ്ങാൻ പോകുന്നതെന്നൊരു തോന്നലുണ്ട്. ഈ 2025 ലാലേട്ടൻ അങ്ങ് കൊണ്ടുപോകുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം എംപുരാൻ ഇറക്കി വെക്കുന്നതോട് കൂടി ഈ വർഷത്തേക്കുള്ളതായി. പ്ലസ് ഹൃദയം നല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്. കാരണം ആ ഒരു സത്യനന്ദിക്കാട്ടിൽ ലാലേട്ടൻ കൂട്ടുകെട്ടിൽ വീണ്ടും ഒരു സിനിമ വരുന്നു പറയുമ്പോൾ പ്രതീക്ഷകൾ ഒരുപാടുണ്ട്. പിന്നെ അതിലെയും വേഷമൊക്കെ ഭയങ്കര എന്താ പറയുക, സ്റ്റൈലിഷ് ആയിട്ട് ലാലേട്ടനെ കുറച്ചുകൂടി രസമായിട്ട് അതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പ്ലസ് തുടരും എന്ന് പറഞ്ഞ സിനിമയിലാണെങ്കിലും ആ കഥ അത്രമാത്രം നല്ല കഥ ആയിരിക്കുന്നു. നല്ലൊരു ക്ലാസിക്കൽ ഹിറ്റ് സമ്മാനിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്ന സംഭവങ്ങൾ. അപ്പൊ ലാലേട്ടൻ അങ്ങനെ ടകടകടകടകേന്ന് പറഞ്ഞിട്ട് ഓരോന്ന് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എംപുരാനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്ന് നോക്കാം. അതിലേറ്റവും ആദ്യം പറയാനുള്ളത്, എംപുരാന്റെ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ കുറെ ആളുകൾ ചോദിച്ചിരുന്നത് എപ്പോഴാണെന്ന്. 9:30-ക്ക് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദി ഹയസ്റ്റ് ഹവർ പ്രീ സെയിൽ എവർ ഇൻ ഇന്ത്യൻ സിനിമ ഓൺ ബുക്ക് മൈ ഷോ എന്ന് പറഞ്ഞിട്ട് 96.14K, 96,000 പെർ ഹവർ. ഒരു ഹവറിൽ 1 lakh ഏകദേശം അത്രയും ബുക്കിംഗ് ആണ് വന്നിട്ടുള്ളത് ബുക്ക് മൈ ഷോയിൽ. ഹയസ്റ്റ് ഹവർലി പ്രീ സെയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് റെക്കോർഡുകൾ തൂക്കി 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 എറിയാണ്. പിന്നെ ഇന്നലെ വന്നിട്ടുള്ളത് വേൾഡ് വൈഡ് റിലീസ് ക്രോസ്ഡ് 11.20 crore, 11.20 കോടി, ഓൾ ടൈം റെക്കോർഡ് ഫോർ എ മലയാളം മൂവി എന്ന് പറഞ്ഞിട്ട് അത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ രസകരമായിട്ടുള്ള 1-2 സംഭവങ്ങൾ കുറച്ച് ആളുകൾ ഇവിടെ നോട്ട് ചെയ്തതുണ്ട്. അതായത് 1/8 ഇത് ഇപ്പൊ കുറെ ആളുകൾ ഡീകോഡ് ചെയ്ത് പല സംഭവങ്ങളും വരുന്നുണ്ടെങ്കിലും ഇപ്പൊ ഡ്രാഗനായിട്ട് ബേസ് ചെയ്തിട്ടും അതല്ലാതെ സിനിമയുടെ കഥ എങ്ങനെയായിരിക്കും, ടോവിനായിരിക്കും വില്ലൻ എന്നൊക്കെ പറഞ്ഞിട്ട് തരുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ടോവിനോനെ വില്ലനാക്കുമോ, ഒക്കെ നെഗറ്റീവ് ഷെയ്ഡ് കൊടുത്താൽ പോലും ഡ്രാഗനായിട്ടുള്ള മെയിൻ വില്ലനായിട്ട് ടോവിനോനെ കൊടുക്കും എന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നില്ല. കാരണം ഇതിനൊരു 3-ാം പാർട്ടുണ്ട്. 3-ാം പാർട്ടിലേക്ക് വരുമ്പോൾ അതിനൊരു ലീഡ് അവിടെ വെക്കണം. അതിന് പ്രധാനമായിട്ടുള്ള ഒരു മെയിൻ വില്ലൻ വരണം. അയാൾ ഇവരെങ്ങനെ ഫേസ് ചെയ്യുന്നുള്ളതായിരിക്കും ചോദ്യം. ടോവിനോനെ അങ്ങനെ ചെയ്യുന്ന തോന്നുന്നില്ല. കേരളത്തിൽ പക്ഷേ വില്ലൻ ഷെയ്ഡ് കൊടുത്തേക്കാം. ബാക്കി നമുക്ക് കണ്ടറിയാം. കാരണം കറക്റ്റ് പറയുന്നുണ്ട് വില്ലൻ ആണല്ലേ, ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്താൽ ഡയലോഗ് ട്രെയിലർ പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു തരാണ് ഇയാൾ നെഗറ്റീവ് ഷെയ്ഡ് ആണ് എന്ന്. അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും അയാളെ തന്നെ മെയിൻ വില്ലനായിട്ട് കാണിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഇറ്റ്സ് പൃഥ്വീസ് ബ്രെയിൻ ആൻഡ് മുരളി ഗോപിസ് റൈറ്റിംഗ്സ്. രണ്ടാരുടെയും തലച്ചോറ് ഭയങ്കരമാണ്. ഇനി ഇതിൽ കേട്ടിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക. ഞാൻ എന്താ, എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഒന്ന്,
എന്താ മുനെ ഇതുകൊണ്ടുള്ള അക്കൗണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇല്ലുമിനാറ്റിയുടെ തലവനായിരുന്നെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗാർലിൻ വിൻസെന്റ് എന്ന തെക്കേ അമേരിക്കക്കാരന്റെ ജന്മദിനമാണ് 1825 മാർച്ച് 20. അദ്ദേഹം ജനിച്ചത് അമേരിക്കൻ ടൈം പുലർച്ചെ 3:08 അതായത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:08 PM. ഒന്നും യാദൃശ്ചികമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിന്റെ താഴെ കമന്റ് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഡെവിൽ വർഷിപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് നോൺസെൻസ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. എന്തായാലും ഒന്നതാണ്, എനിക്കത് ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്തു. ഇനി അതല്ലാതെ വന്നിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് റെവലേഷൻ 1:8. 1:8 എന്താണ് ബൈബിളിൽ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദി ലാസ്റ്റ്, ഞാനാണ് ആദ്യത്തും അവസാനത്തേതും. ഐ ഹാവ് ഓൾവേസ് ലിവ്ഡ്, എപ്പോഴും ഇയാൾ ജീവനോടുണ്ടാവും, ജീവിച്ചിരിക്കും. ആൻഡ് ഐ വിൽ കം അഗെയിൻ, വീണ്ടും വരും. ഐ ഹാവ് ഓൾ പവർ, എന്നാണ് എനിക്ക് എല്ലാ പവറും ഉണ്ട്. ഇതാണ് ടൈമിന്റെ പിന്നിലെ കാര്യം എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ട് എനിക്ക് ഭയങ്കര അത് സത്യമാണ് എന്ന് തോന്നിപ്പോയ ഒരു കാര്യമാണ്. ഇതല്ലാതെ വേറൊരു സംഭവം വന്നിട്ടുള്ളത്, ഇറങ്ങുന്ന ടൈം കൂട്ടുമ്പോൾ 9 വരുന്നത്. 1:08 പറഞ്ഞ ടൈം കൂട്ടി 8:1 റിലീസ് ഡേറ്റ് 27 എന്തോ കണക്റ്റിട്ട് അത് 9. അങ്ങനെ ഇവർ തന്നിട്ടുള്ള എല്ലാ സ്ഥലത്തും 5-6 സാധനങ്ങൾ കൂട്ടി വരുന്നത് ഒക്കെ കൂട്ടുമ്പോൾ പരസ്പരം എന്തോ 9 പറഞ്ഞിട്ട് 9 എന്നാണ് ഇതിന്റെ മൊത്തം സംഭവം വരുന്നത്. അപ്പൊ 9 ഇതിന്റെ കളി, ഒന്നും ചെറിയ പരിപാടി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ പ്ലാൻ ചെയ്തിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റുകൾ അങ്ങനെ വരുന്നുണ്ട്. ഇതുപോലെ രസകരമായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ രേഖപ്പെടുത്തുക. കുറേയൊക്കെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത്തരത്തിൽ കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ള വളരെ രസകരമായതോ അല്ലെങ്കിൽ ബ്രില്യൻ ഫൈൻഡിങ്സ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. 5 മണിക്ക് റെട്രോ, 7 മണിക്ക് നമ്മുടെ തുടരും.